ട്രൈ ചെയ്തിട്ട് പറയൂ. നല്ല ടേസ്റ്റ് ഉണ്ടോ? നമ്മൾ ഈ ഹോട്ടലിൽ പോകുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് അജിനോമോട്ടോ ചേർക്കും. എന്തിനാ മോട്ടോ ഇതുവരെ ഇട്ടിട്ടില്ല. നല്ല ഗ്രേവിയും എല്ലാം കൂടെ ആയിട്ട് സംഭവം കിട്ടിലും ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹലോ ഗൈസ്, ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. പൊന്നു, എന്താണ് ആ സന്തോഷത്തിന്റെ രഹസ്യം ഒന്ന് പറഞ്ഞു കൊടുക്കൂ. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇന്ന് നമുക്ക് ആദ്യമായിട്ട് ഒരു പ്രൊമോഷൻ എന്ന് പറയാം. ഒന്ന് വന്ന് ഞങ്ങളുടെ ഇതൊന്ന് റിവ്യൂ പറയാമോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയ പ്രൊമോഷനാണ്. യെസ്, പ്രൊമോഷൻ. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ആ മൊമെന്റ് നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാണ്. ഇന്ന് നമ്മുടെ പൊന്നുവിന്റെ ഫ്രണ്ട് ഉണ്ട് അമ്മൂസിന്റെ അച്ഛന്റെ ഫ്രണ്ടാണ് ഈ കടയുടെ ഓണർ. ഇറ്റ്സ് എ ഹോട്ടൽ, അപ്പോ റെസ്റ്റോറന്റിനാണ്. അപ്പം തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് 6 days ആയിട്ട് ഗ്രാൻഡ് ഓപ്പണിംഗ് ഓൾറെഡി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന് അവിടെ പോയി എന്താ പറയാ റെസ്റ്റോറന്റ് കണ്ട് അവിടുത്തെ ഫുഡ് കഴിച്ച് നിങ്ങൾ റിവ്യൂ പറയണം. അതെ, റിവ്യൂ. അയ്യോ, എനിക്ക് ഭയങ്കര ഹാപ്പി, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം സാധാരണ നമ്മള് ചെറിയ ഹോട്ടലിൽ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലത്ത് പോയിട്ടാണ് എല്ലാ ഫുഡ് വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നത്. നമ്മൾ അതിന് അങ്ങോട്ട് ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് പോകുന്നത്. അതെ, അങ്ങനെ നമ്മൾ പോവാണ്. അപ്പോ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ കാണാം. യെസ്, അപ്പോ വീഡിയോ കണ്ടോണ്ടിരുന്നോ, ബാക്കിയുള്ളതൊക്കെ ചടപടേന്ന് വരുന്നതാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ബോർഡ് ആദ്യം കാണിച്ചാൽ സ്ഥലം പറഞ്ഞല്ലോ. ഇതാണ് സ്ഥലം, നിറവ് ഡൈനിങ്. ഈ ലൊക്കേഷൻ നമ്മൾ വഴിയേ പറയാം. ഓക്കെ, ഹാപ്പി. ഹലോ, താങ്ക് യു. അപ്പം നേരത്തെ ഇതിൽ ആരാ ആദ്യം പാസ്വേഡ്? എനിക്ക് അങ്ങനത്തെ കൺഫ്യൂഷൻ. ഓക്കെ, ഇളയാണ്. ഓക്കെ, സെറ്റ്. ഇത് സെക്കൻഡ് ഫ്ലോർ ആണ്. ഈ ഒരു ആംബിയൻസ് ഇതിന്റെ ഫസ്റ്റ് ഡേ ലൈവ് മ്യൂസിക് ഉണ്ടായിരുന്നു. ഞാൻ മിസ് ഔട്ട് ചെയ്തു, ഇവിടെ മിസ് ഔട്ട് ചെയ്തു, ഞങ്ങൾ മിസ് ഔട്ട് ചെയ്തു. അല്ലെ, പക്ഷെ ഇവർ സാറ്റർഡേസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ലൈവ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ. ഇവിടെ ലൈവ് മ്യൂസിക്കും കാര്യങ്ങളും നമുക്ക് ഇവിടെ ഫുഡ് വ്യൂ ആണ് നല്ല. താഴത്തെ ഫ്ലോർ ഒന്ന് പോയി നോക്കാം. പോവാം. നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാണ്. സെക്കൻഡ് ഏറ്റവും ടോപ്പിലാണ് പോയത്. അവിടെയാണ് ലൈവ് മ്യൂസിക്കും ബാക്കി കാര്യമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ. ഓക്കെ, കമോൺ. ഇതാണ് ഫസ്റ്റ് ഫ്ലോർ. ഇത് ഭയങ്കര ആംബിയൻസ് അല്ലേ? സത്യം. കാരണം ഒറ്റ സമയം നമുക്ക് ഒരുപാട് പേരെ സ്പേസ് ചെയ്യാൻ പറ്റും. അതാണിത്, അത്രയും സ്പേഷ്യസ് ആണ്. സെപ്പറേറ്റ് സീറ്റിംഗ് ആണ്. മാറിയ ആൾക്കാർക്ക് മാത്രം. അവർക്ക് സെപ്പറേറ്റ് വാഷ് ഏരിയ, സീ ഫുഡ് എല്ലാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്പെഷ്യൽ അറേഞ്ച്മെന്റ് കേട്ടോ. അതായത് ഇതൊക്കെ ഫുള്ള് ഒരു ഹോൾ ഗ്രൂപ്പിനുള്ള സ്പേസ് ഒരുമിച്ചുള്ളൊരു ഇത്. നമുക്കിനി മുകളിലോട്ട് പോയി നോക്കാം. സൂപ്പർ മാർക്കറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ കഴിക്കുന്നത് കിരി കഴിച്ചോട്ടെ. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ട്രൈ ചെയ്തോളൂ. നല്ലടോ, ഞാൻ തരില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ? അടിപൊളി, ഭയങ്കര അട്രാക്റ്റീവ് ആണ്. കാഷ്യൂ ആണ്. എല്ലാം നല്ല പ്രീമിയം സാധനമാണ്. വൺ സ്ട്രെച്ചിൽ ഫുൾ പർച്ചേസ് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഇതിന് തൊട്ട് ജസ്റ്റ് ഈ ഫ്ലോറിന്റെ തന്നെ, ഐ മീൻ ഈ ഒരു ബിൽഡിങ്ങിന്റെ തന്നെ താഴോട്ട് എന്തുണ്ട്, ഹോട്ടലാണ്. അതിവിടെ നമുക്ക് 30 റൂംസ് അവൈലബിൾ ആണ്. ഏകദേശം 30 റൂം അവൈലബിൾ ആണ്. സ്റ്റേ ഉണ്ട്, ലൈവ് മ്യൂസിക് ഉണ്ട്, ഷോപ്പ് ചെയ്യണമെങ്കിൽ ഷോപ്പ് ചെയ്യാം. പാർക്കിംഗ് ഒക്കെ പക്കയാണ് താഴെ. കാരണം നമ്മൾ ഈ പാർക്കിംഗ് ഭയങ്കര പ്രശ്നമാണ്. സിറ്റിക്കകത്ത് ഭയങ്കര പാടാണ്. പുറത്ത് ഇപ്പൊ ഫൈൻ അടിക്കും. ഫുൾ ബോർഡാണ്.
അങ്ങനെ നോ പാർക്കിംഗ് എവിടെയാന്ന് പറയുന്നുണ്ട്, പക്ഷെ പാർക്കിംഗ് എവിടെയാന്ന് പറയുന്നില്ല. ശരിക്കും പറഞ്ഞാണ് ഞാൻ റേറ്റ് എടുത്തില്ല. ഫുഡ് പ്ലസ് പാർക്കിംഗ് വരുമ്പോൾ 500 ആണ്. 100 പേർക്ക് നമുക്ക് അക്കൗണ്ട് ചെറിയ ഫംഗ്ഷൻ, ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ മീറ്റിംഗ് പോലെ എന്നാണെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഫുഡ് കൂടെ ഒരു ഇത് തന്നെ നമുക്ക് എല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആൾ ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, പുള്ളിക്കാരനെ കാണണം. അതിന് ആരുമല്ല, നമ്മുടെ ഒരേ ഒരു ഷെഫാണ്. ഇത്രയും നേരമായിട്ട് ഇവിടുത്തെ ഏറ്റവും USP ഫുഡ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും ടേസ്റ്റിൽ ഫുഡ് ഉണ്ടാക്കുന്ന ഷെഫിനെ കാണണം. പരിചയപ്പെടണ്ടേ? ഹലോ, ഇത് ഞങ്ങളുടെ കൊച്ചു ചാനലാണ്. ഇത് ഞങ്ങളുടെ ഒരേ ഒരു ഷെഫാണ്. ഈ ഷെഫ് പറയും ഞങ്ങൾക്ക് അറിയണമെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് കയറാം. അപ്പോൾ തൊട്ട് പറയാം ഞങ്ങൾക്കൊരു ഷെഫുണ്ട്, പുള്ളിക്കാരുടെ കയ്യിൽ മാജിക്കാണ്, ഒരുപാട് ഫുഡ് ഉണ്ടാക്കി തരുന്നു. ഞങ്ങൾക്ക് ഇന്ന് ഇവിടുത്തെ ഏറ്റവും ശരി അതൊക്കെ ഉണ്ട്. അക്കോട്ട് ഉണ്ടാകും എന്താണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഇന്ന് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഏറ്റവും USP ആയിട്ട് ഇവിടെയുള്ള ഫുഡ്? നമ്മുടെ മെനുവെല്ലാം ഓൾറെഡി അത്യാവശ്യം സ്പെഷ്യലുള്ള സാധനങ്ങളാണ്. നമ്മുടേതായ സ്പെഷ്യൽ അവർ സ്പെഷ്യൽ എന്ന് പറയുന്നത് 4-5 ഐറ്റം. സീ ഫുഡ് പ്ലാറ്റർ എന്ന് വെറൈറ്റി ആണ്. റൈസ് ഫുഡ് 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ. ഇത് പ്രോൺസ് ഗീ റോസ്റ്റ്, നെയ്യിൽ മാത്രം പ്രോൺസ് സാധാരണ വെളിച്ചെണ്ണയിൽ മസാല ഉണ്ടാക്കിയിട്ട് പ്രോൺസ് ഇട്ട് ഫ്രൈ ആയി ഗീയിൽ മാത്രം ഉണ്ടാക്കി ചെറുപുള്ളിയും ഗീ റോസ്റ്റ് ഗീയിൽ മാത്രം. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് സീ ഫുഡ് സദ്യ എല്ലാ സാധനവും സീ ഫുഡ്. നമ്മൾ നോൺ വെജ് മീൻ മാത്രം. അത് പൊളിച്ചു. ഓക്കെ. പിന്നെ അപ്പൊ ഇത്രയും വെറൈറ്റി പറഞ്ഞിട്ട് ഇനി കിച്ചണിൽ പോകാതിരുന്ന മതി. ഇനി എന്റെ വയറിനൊക്കെ ഇതൊന്നും മനസ്സിലാക്കില്ല. അപ്പൊ ഇനി നമുക്ക് തീർച്ചയായിട്ടും കിച്ചൺ പോയി എക്സ്പ്ലോർ ചെയ്യാം. നമ്മളെ കൊണ്ടുപോകാം. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഫുഡിന് ഇത് പറയുന്നത്? ആദ്യം പറയുന്നത് ഹൈജീൻ. ഇതാ ആദ്യമേ പറയുന്ന കാര്യമാണ് ഹൈജീൻ. അടിപൊളിയാട്ടോ. സാധാരണ നമ്മൾ ആരും കിച്ചൺ ഡോറ് നമ്മുടെ ഡൈനിങ് ഏരിയയുടെ അടുത്ത് പോലും നോ എൻട്രി എന്നാണ് അവിടെ വെക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ബോർഡ് ഞങ്ങൾ കണ്ടിട്ടില്ല. നോ എൻട്രി ബോർഡിൽ മാജിക് എന്താണെന്ന് ഞങ്ങൾക്ക് ഇന്ന് ഏത് സ്പെഷ്യൽ എന്തായാലും കുഴപ്പമില്ല, ഞങ്ങൾ റെഡിയാണ്. അതെ, ആവേശത്തിൽ കയറിയപ്പോൾ ക്യാബ് വരും. നമ്മൾ റൂൾസ് എല്ലാം പാലിക്കണം. ഒരു കിച്ചണിൽ കയറുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് ക്യാബ് ചെയ്യണം. അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയാലോ ഷെഫിൻ്റെ അടുത്ത്? ഷെഫ് ആക്ച്വലി ഓൾറെഡി ഉണ്ടാക്കി തുടങ്ങി. അതെ, നമ്മൾ കുറച്ച് ലേറ്റ് ആണ്. അതെ, നമ്മൾ ക്യാപ്പൊക്കെ വെച്ചൊന്ന് ഡിലേ ആയി. ഇന്നത്തെ എന്താ സ്പെഷ്യൽ എന്ന് അറിയാമോ? എന്താണ്? പ്രോൺസ് ഗീ റോസ്റ്റ്. ഓ മൈ ഗോഡ്. അതായത് നേരത്തെ ഷെഫ് പറഞ്ഞതുപോലെ ഗീയിലാണ് പ്രോൺസ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ വെളിച്ചെണ്ണ പാം ഓയിൽ തുടങ്ങി എല്ലാ എണ്ണകളും നമ്മൾ ഉപയോഗിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, റോസ്റ്റ് ചെയ്യുന്നത് ഗീയിലാണ്. വീട്ടിൽ ഉപയോഗിക്കാത്ത പോലത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് എനിക്കറിയാവുന്നതാണ്. അതെ, പൊടികളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഓ സെറ്റ്. തീ പറത്തുന്ന കാണിക്കില്ലേ? അതെങ്ങനെയാ തീ പറത്തുന്നത്? തീ പറത്തണോ? വേണ്ട. ഫാസ്റ്റർ. തേങ്ങാപ്പാലാ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ചേരുവകളൊക്കെ സെയിം ആണ്, കൈപ്പുണ്യത്തിലാണ് കാര്യം. അതെ, ഇതൊക്കെ എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാകും. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നില്ല. എല്ലാവരുടെയും സംശയമാണ് നമ്മൾ ഈ ഹോട്ടലിൽ പോകുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് അജിനോമോട്ടോ ചേർക്കും. എന്തായാലും ആ മോട്ടോ ഇതുവരെ ഇട്ടിട്ടില്ല. ഇന്ന് നമുക്ക് കഴിച്ച് നോക്കാൻ പറയാം. എൻ്റെ അമ്മ വീട്ടിൽ ഉണ്ടാക്കുന്ന എല്ലാ പൊടിയും ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളൂ. ബാക്കി നമുക്ക് സ്പൈസസ് ഒക്കെ സെറ്റ് ആണ്. സിനിമയായിരുന്നത് പോരുന്നോ കൂടെ എന്തിനാ ഇത് കത്തിച്ചു കാണിക്കാനാണോ? ഓ മൈ ഗോഡ്, ഒരു ആഗ്രഹമായിരുന്നു. ലൈക്ക് എങ്ങനെയാണ് ഈ തീ കത്തുന്നത്? സംഭവമുണ്ടല്ലോ, ഇത് മാറാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി. അങ്ങനെ റൈസ് ഒട്ടൂല. ഓ ഓക്കെ ഓക്കെ. ആ കുറച്ച് എണ്ണ ഒഴിക്കും.
എണ്ണ ഒഴിച്ചു. ഓക്കെ, ഇനിയിപ്പോ അറിയാം ഫയർ എങ്ങനെയാണ് വരുന്നത്. നമ്മുടെ ഡൗട്ട് എല്ലാം ക്ലിയർ. അപ്പോ ഫയർ എങ്ങനെയാണ് വന്നതെന്നുള്ള അമ്മുവിന്റെ കൺഫ്യൂഷൻ എല്ലാം അറിയല്ലോ. ഇല്ല, എനിക്ക് ഇനി സംശയങ്ങളൊന്നുമില്ല. എൻ്റെ വീട്ടിൽ ഞാൻ 1 മണിക്കൂർ കൊണ്ട് ഒരു കൊഞ്ചുകറി ഉണ്ടാക്കുന്നത് ഷെഫ് ഇവിടെ 12 മിനിറ്റ് എടുത്തില്ല. എല്ലാം കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത് എനിക്ക് തീ എങ്ങനെ വരുന്നതെന്ന് ഉൾപ്പെടെ കാണിച്ചു. ചിക്കൻ നൂഡിൽസ്. ഓക്കേ, കഴിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ സെർവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ടേബിളിൽ വരുമ്പോഴല്ലേ കാണത്തുള്ളൂ. പുള്ളി അതിലോട്ട് ഫില്ല് ചെയ്യുക. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുൽച്ച. അതിരുന്ന് ഒട്ടിക്കും അതിൻ്റെ അകത്ത് ചേർത്തേക്കും. നോർമൽ ചപ്പാത്തിയോ അങ്ങനെയൊന്നും അല്ല, ഇത് സംതിങ് ഡിഫറെന്റ്. ഷെഫും ബാക്കി ആൾക്കാരെല്ലാം ഭയങ്കര തിരക്കാണ്. കാരണം ആൾക്കാർ വന്നുകൊണ്ടിരിക്കണം. കാരണം സമയം നല്ല 7 മണിയാണ്, 7-7 റഷ് ടൈമാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമായി. പിന്നെ ക്യാപ്പൊക്കെ മാറ്റാം. ക്യാപ്പ് മാറ്റി ഞാൻ ഓൾറെഡി മാറ്റി. ഫൈനലി നോക്കൂ, ഷെഫ് ഉണ്ടാക്കുക മാത്രമല്ല നല്ല ഭംഗിയായിട്ട് നമുക്കത് സെർവ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കാണിക്കാം. ചേട്ടാ, എനിക്ക് ഡെക്കറേഷൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോക്കൂ, ഇതാണ് നമ്മുടെ പ്രോൺസ് ഗീ റോസ്റ്റ് വിത്ത് കുൽച്ച. അതിന്റെ പ്രിപ്പറേഷൻ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു. ഇതാണ് കുൽച്ച. ഇനി ഇത് കഴിച്ചാൽ മാത്രം മതി. റെഡി ടു ഹാവ്. എക്സൈറ്റഡ് ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഷെഫ് ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഓൾറെഡി റോസ്റ്റിൻ്റെ ടേസ്റ്റ്. ഇനി കുൽച്ചയും റോസ്റ്റും കൂടെ കഴിക്കുമ്പോൾ പ്രോൺസും വെച്ച് കഴിക്കുമ്പോൾ ഇങ്ങനെ നോക്കാം. സെറ്റ്. അതിനെ മാറ്റി വറുത്ത് അവസാനം ഇതാണ് ടേസ്റ്റ്. ശരിക്കും നമുക്ക് കഴിക്കുമ്പോൾ അടിപൊളി. ഞാൻ ആദ്യം കേട്ടോ കുൽച്ച കഴിക്കുന്നത്. അടിപൊളി, സൂപ്പർ. നമ്മൾ ഈ പൊറോട്ട ചപ്പാത്തി കഴിക്കും, സൂപ്പർ. എനിവേ അടിപൊളി. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ട്രൈ എന്തായാലും ഗ്രാൻഡ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങളെ കാണുന്ന എല്ലാവരോടും ഞങ്ങൾ പറയുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ശരിക്കും ഞങ്ങൾ മനസ്സറിഞ്ഞ ഏറ്റവും നല്ല ഫുഡ് ഉണ്ടാക്കുന്ന ആളുകളെ വെച്ചിട്ടാണ് ഞങ്ങൾ നമുക്ക് സ്നേഹം തോന്നുന്നത്. ആ സ്നേഹം ഈ ഷെഫിനോട് ഞങ്ങൾക്കുണ്ട്. ഓക്കെ, താങ്ക് യു ഷെഫ്, താങ്ക് യു. നമ്മൾ ഫുഡ് ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. ഏകദേശം നമ്മൾ ഡണ്ണാണ്. ഇത് ഡെസേർട്ടിലുള്ള സീസർ സലാഡാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല ഭംഗിയായിട്ടിത് കഴിക്കാൻ ഓൾറെഡി ആണ്. അപ്പോൾ ഇത് ഡെസേർട്ട് ഇതിൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ആക്രമിക്കണം. റെഡി? ബ്രെഡ് ക്രംസ്. ക്രിസ്പിയാണ്. ഇതിനകത്ത് വന്നത് സലാഡ്സ് ഉണ്ട്, ചിക്കനുണ്ട്, ദെൻ ഇതിൻ്റെ അകത്ത് ഗ്രേറ്റഡ് ഉണ്ട്, ചീസുണ്ട്, പോങ്ക്രാറ്റുണ്ട്, ദെൻ നമ്മുടെ ബ്രെഡ് ക്രംസ് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് ഈ സാധനം.
അതാണ് എനിക്ക് ഏറ്റവും അടിപൊളിയായിരുന്നു. ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ഇത്രയും നല്ലൊരു ദിവസം അല്ലെങ്കിൽ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. ഒട്ടും പ്രതീക്ഷിക്കാത്ത അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. നിങ്ങൾ എല്ലാവരും വൺസ് ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ ഈ ട്രിവാൻഡ്രത്ത് എന്തെങ്കിലും വരികയാണെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്യുന്ന സ്പോട്ടാണ്. സ്പോട്ട് വന്നിട്ട് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്നാൽ നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴത്തേനും റൈറ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. താഴെ ഒരു 3 floor ബിൽഡിംഗ് ആണ്. താഴെ അത് തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, മുകളിൽ 2 ഫ്ലോറായിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ ബാക്കിൽ നിന്ന് തന്നെ ഹോട്ടലും വരുന്നുണ്ട്. ഹോട്ടലിൽ നമ്മൾ അവിടെ അത് ഹോട്ടലിൽ വന്നിട്ട് അത് പറഞ്ഞിട്ട് അവർക്ക് ഹോളും വരുന്നുണ്ട്, അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പറഞ്ഞിട്ട് 500+ ഫുഡ് പ്രോഗ്രാം ഉണ്ട്. അത് 100 പേർക്ക് അക്കോമഡേഷൻ വരും. ഒരു എൻഗേജ്മെൻറ്റ് ഇവിടെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് അതാണ് പറഞ്ഞത്. ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റേജിലാണ്, പക്ഷേ ഇവിടുത്തെ ഷെഫ് വൺസ് ഇതൊരു ഫ്ലറിഷ് ആണെങ്കിൽ സംഭവം അടിപൊളിയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഭയങ്കര സ്നേഹത്തോടെ ഭയങ്കര ഹോണസ്റ്റായിട്ട് പറയും ആണ്. പിന്നെ അത് മാത്രമല്ല വേറെ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ മെനു ആണ് സാധാരണത്തിൽ ഭയങ്കര റേറ്റ്, ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട് കാണുമ്പോൾ തോന്നും ഇത്രയും വലിയൊരു ബിൽഡിംഗ് ആണ്, ഭയങ്കര റേറ്റിംഗ് കാര്യങ്ങളും. പക്ഷേ അങ്ങനെയൊന്നുമല്ല. പക്ഷേ അതൊന്നുമല്ല. ഉടനെ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇവരുടെ മെനു കാർഡും കാര്യങ്ങളും ഒക്കെ വരും. അപ്പം മെനു ഇവിടെ ഹൈലൈറ്റ്സിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. റേറ്റും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അപ്പം ഹൈലൈറ്റ്സിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിച്ചതും ബാക്കി എല്ലാത്തിൻ്റെയും ഷോർട്സ് ഉണ്ടായിരിക്കും. എല്ലാവരും കണ്ടിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പേജിലുണ്ടാവും. കൊളാബ് നോക്കുകയാണെങ്കിൽ അവരുടെ പ്രൊഫൈലും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താ അടിപൊളി ഫുഡ് കഴിക്കാൻ ഡു വിസിറ്റ്. ഓക്കെ, ഒരിക്കൽ വന്ന് ഉറപ്പായിട്ട് നിങ്ങൾ രണ്ടാം ട്രൈ ചെയ്യും. നമ്മുടെ ട്രിവാൻഡ്രത്തെ നല്ല കുറച്ച് സ്പോട്ടിൽ ലൈക്ക് ഫ്യൂച്ചറിൽ എന്ന് പറയണ്ടല്ലോ, ഉടനെ തന്നെ ഒരു നല്ലൊരു സ്പോട്ടായിട്ട് പെട്ടെന്ന് ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടി. ഓക്കെ.